ഇങ്ങനെ താളം പിടിച്ചോണ്ടിരുന്നാ മതിയോ? എനിക്ക് വീട്ടിൽ പോണ്ടേ? നീ ആകെപ്പാടെ ഒരു ഞായറാഴ്ച മാത്രമാണ് ഇവിടെ പറഞ്ഞത്, എന്നിട്ട് പെട്ടെന്ന് പോണോന്ന് പറഞ്ഞ. അതിന് എന്നും വരെ ഇത് നാട്ടുകാരുടെ കടയല്ലല്ലോ, എന്റെ അച്ഛന്റെ കടയല്ലേ. ഓ, നിന്റെ അച്ഛന്റെ കട എന്നെ സമ്മതിച്ച്. നിന്റെ അച്ഛനടുത്തുള്ള ആത്മാർത്ഥത കൊണ്ടല്ല ഞാൻ ഞായറാഴ്ചയും കട തുറന്നു വെച്ചിരിക്കുന്നത്. നീ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങോട്ട് വരുമല്ലോ ഒരൊറ്റ കാരണം കൊണ്ട്. എടാ അതൊക്കെ എനിക്ക് അറിയാലോ. എടാ നീ പെണങ്ങല്ലേ? കൈയെടുക്കേ. ഓ പെണങ്ങിയോ? ഒരു സത്യം പറയാലോ, നീ ഇങ്ങനെ പെണങ്ങി നിക്കുമ്പോ നിന്നെ ഈ സൈഡിൽ നോക്കിയ കറക്റ്റ് ലാലേട്ടൻ. ചുമ്മാ തമാശ പറയലോട്ടൻ. എടാ തമാശയല്ലേ, ശരിക്കും ലാലേട്ടൻ. ചുമ്മാ തമാശ പറയല്ലേ. എടാ തമാശയല്ലേ, സീരിയസ് ആയിട്ട് കറക്റ്റ് ലാലേട്ടൻ. എന്ത് എന്നെ ഇഷ്ടമാണ് എല്ലാവർക്കും. കളിയാക്കിയാലും മനസ്സിലാവാത്തൊരു പൊട്ടൻ. കളിയാക്കിയായിരുന്നു. ഞാൻ മിണ്ടൂലോ. മിണ്ടൂലല്ലോ? ശരിക്കും ശരിക്കും സത്യം സത്യം. അങ്ങനെയാണ് ഞാൻ എന്റെ വീട്ടിൽ പോവാ. അയ്യോ അങ്ങനെ അങ്ങ് പോവല്ലേ, ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ. തമാശയായിരുന്നല്ലേ, പക്ഷെ എനിക്കങ്ങനെ തോന്നിയില്ല. നിനക്ക് തമാശയായിട്ട് തോന്നിട്ട് ഒരു കാര്യമില്ല. ആയിരിക്കുന്ന 3 പേർക്ക് തമാശയായിട്ട് തോന്നിട്ട് വലിയ പ്രയോജനമുള്ളൂ. എടാ എനിക്ക് സീരിയസ് ആയിട്ട് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്ത്? എന്റെ വീട്ടിൽ കല്യാണമൊക്കെ ആലോചിക്കാൻ തുടങ്ങി. എനിക്ക് അവിടെ ആലോചിച്ചോണ്ടിരിക്കേ ഉള്ളൂ. ഞാൻ നിന്നെ കൊണ്ടിങ്ങി വരും. നിന്നെ കെട്ടിക്കഴിഞ്ഞാ എനിക്ക് ആ അലമാര സ്വന്തം, എനിക്ക് ആ സോഫ സ്വന്തം, എനിക്ക് കട സ്വന്തം. അതെ, എന്റെ അച്ഛനോട് ശവപ്പെട്ടി കടയും കൂടി ഉണ്ട്. അതിലൊരെണ്ണം നീ സ്വന്തമാക്കാൻ സൂക്ഷിച്ചു. അയ്യോ എന്താ? അച്ഛൻ. യാതച്ഛൻ? എന്റെ അച്ഛൻ. അയ്യോ അച്ഛനെങ്ങാനും എന്നെ കണ്ട പിന്നെ പ്രശ്നമാടാ. അപ്പൊ എന്നെ കണ്ടാ പ്രശ്നമില്ല. എടാ പൊട്ടാ, നമ്മളെ ഒരുമിച്ച് കണ്ട പ്രശ്നമാണ്. അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഭാഗം കുളിച്ചോടാമ്പോ പൊട്ടാ അങ്ങോട്ട് ഓടിയിട്ടെന്താ കാര്യം? അതിലില്ല അച്ഛൻ പറഞ്ഞ് ഇങ്ങോട്ട്. അത് ശരിയാണല്ലേ. അലമാരക്കകത്ത് കയറിയിരിക്കാം. ഗുഡ് ഐഡിയ. കൈകൊട്. അതന്നെ. ഇതെന്തിനാ നീ ഇതിനകത്തോട്ട് കയറണേ? എന്നെ ആരും കാണാതിരിക്കാൻ. എന്നെ കണ്ടാലല്ലേ പ്രശ്നം മാറിയില്ല അങ്ങോട്ട്. അയ്യോ നീ എങ്ങോട്ടായി കയറി വരുന്നേ? അലമാരയിലാണല്ലോ എന്റെ മുളസിനെ ഒരിടത്തിനെ ഒറ്റയ്ക്ക് വിടൂല. അച്ഛനെ പറഞ്ഞു വിടറ പൊട്ടാ. അല്ല എന്താടാ ഈ പ്ലെയിൻ ഇവിടെ ലാൻഡ് ചെയ്താ എങ്ങനെ ഇരിക്കും? എടാ നിനക്ക് എന്താടാ? അല്ല മുതലാളി ഞായറാഴ്ച ഒന്നും കടയിൽ വരാറില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇന്ന് എനിക്ക് വരാൻ തോന്നി, ഞാൻ ഇങ്ങോട്ട് വന്നു. എന്റെ കടയിലോട്ട് ഇറങ്ങി നിന്റെ അനുവാദം വേണോ? വാ നമുക്ക് ചായ കുടിച്ചിട്ട് വരാം. എടാ ഞാൻ ചായ കുടിച്ചാടാ, എനിക്ക് വേണ്ട. പക്ഷെ ഞാൻ കുടിച്ചില്ല. എടാ നീ കുടിച്ചില്ലെങ്കിൽ നീ പോയി കുടിയടാ, ഞാൻ ഇവിടെ ഇരുന്നോളാന്ന്. അത് പറഞ്ഞാ പറ്റില്ല. മുതലാളി ഇപ്പൊ തന്നെ എന്നോട് ചായ കുടിക്കാൻ പറഞ്ഞു. ഞാൻ വരുന്നില്ല. ഇന്ന് എന്റെ ഹാപ്പി ബർത്ത്ഡേയാ. ഇന്ന് എന്റെ വക മുതലാളിക്ക് ചായയും പഠിപ്പോടെ. എടാ നിന്റെ ബർത്ത്ഡേ അല്ലടാ കഴിഞ്ഞ മാസം കഴിഞ്ഞെന്ന് പറഞ്ഞത്. എനിക്ക് വർഷത്തിൽ 2 പ്രാവശ്യം ബർത്ത്ഡേ ഉണ്ട്. ഞാൻ 2 തവണ ജനിച്ചവനാ. പോടാ അവിടുന്ന്. ഞാൻ വരുന്നില്ല. മുതലാളി വന്നേ പറ്റൂ. വരുന്നില്ല വരുന്നില്ല വരുന്നില്ല. എങ്കിൽ ഞാനും പോണില്ല. എന്താ? പിന്നെ മുതലാളി വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ പോകും. ഇപ്പൊ ഏതെങ്കിലും കസ്റ്റമർ കടയിലോട്ട് വന്നാ മുതലാളി എന്ന ജോലിയും ചെയ്യും, തൊഴിലാളി പോയി ചായയും കുടിക്കും. അടിപൊളി. നിന്റെ കള്ളത്തരം കണ്ടിട്ട് നീ ഇവിടെ ആരാണ്ട് ഒളിപ്പിച്ചു വെച്ചാലുണ്ടല്ലോ. മുതലാളി എന്നോട് ക്ഷമിക്കണം. എടാ ഞാൻ ഒരു തമാശ പറഞ്ഞല്ലടാ, നീ എന്തിനാ അപ്പോഴത്തേക്കും അങ്ങ് സീരിയസ് ആവുന്നേ? എടാ ഞാൻ എന്തിനാന്നറിയാവോ ഈ ഞായറാഴ്ച ആയിട്ട് വന്നത്? എന്തിനാ? നമ്മുടെ ആ ഹരിപ്പാട്ടുള്ള ആ കല്യാണ പാർട്ടിക്കാരില്ലയോ, അവർക്കൊരു അലമാര വേണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു അലമാര എടുത്തുകൊട്. അപ്പൊ നീ അലമാര ഒന്ന് അവർക്ക് കൊടുക്കണം. അവര് വരും. ഏതലമാര? ഈ അലമാര. ഈ അലമാര? ഓ അയ്യോ ഇത് തരാൻ പറ്റൂല. എന്താ? ഈ അലമാര ഇച്ചിച്ചി അതേ കൊള്ളാവൂ. എടാ പോടാ അവിടുന്ന്. നീ വെറുതെ കൊച്ചോടം മുടക്കരുത് കേട്ടോ, കൊച്ചോടം മുടക്കി. ഈ അലമാര തരാൻ പറ്റൂല. എടാ അവര് വന്ന് കണ്ടിഷ്ടപ്പെട്ടത് ഈ അലമാരയല്ലേ, അപ്പൊ കൊടുക്കേണ്ടത് ഈ അലമാരയല്ലേ? എനിക്ക് അലമാരോട് ഇഷ്ടമാ. പ്രേമോ? പ്രേമോ? അലമാരിയോട്. ഒന്ന് പോടാ അവിടുന്ന്. മുതലാളി അങ്ങനെയൊന്നും പറയാൻ പാടില്ല. പ്രകൃതിയെ പ്രണയിക്കാം. ഒരു അലമാരെ പ്രണയിച്ച ഇപ്പൊ എന്താ? നിനക്ക് എന്താടാ? നിനക്കെന്താടാ? മുതലാളി മുതലാളിക്കറിയോ മുതലാളി ഇല്ലാത്ത സമയം ഈ ഫർണിച്ചർ അല്ല ഈ ഫർണിച്ചർ ഈ അലമാര എന്തിന് ഇവിടെയുള്ള തൊട്ടിലോട് വാഴും ഞാൻ മിങ്കിൾ ചെയ്ത് സംസാരിക്കുമായിരുന്നു. എടാ നിന്റെ തലയിൽ അലമാരിയൊന്നും വീണില്ലല്ലോ അല്ലേ? ഇല്ല. നിനക്ക് എന്താടാ? നിനക്കെന്തരാ? മുതലാളി എന്തൊക്കെ പറഞ്ഞാലും ഈ അലമാര തരാൻ പറ്റൂല. ഈ അലമാര തരാൻ പറ്റൂല. എന്താന്ന് നീ പറ. നിനക്ക് ഇത് ആർക്ക് കൊടുക്കാനാടാ? ഇതെന്റെ കുഞ്ഞമ്മയ്ക്ക് കൊടുക്കണം. എടാ കുഞ്ഞമ്മക്ക് ഇത് കൊടുക്കണ്ട. ഇത് ഇത് നല്ലതല്ലേ? ഞാൻ നിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. എടാ ഇത് എന്തൊരു കഷ്ടവാ. ഈ അലമാര തരൂല തരൂല തരാൻ പറ്റൂല. കല്യാണ പാർട്ടിക്കാരി വിളിക്കുന്നു. തരാൻ പറ്റൂലെന്ന് പറ. ശരി പോ. ഹലോ, അലമാരിക്ക് ഒരു ഡാമേജ് ഉണ്ടായിരുന്നേ. ഓ എടി നിന്റെ അച്ഛനെ വളർന്ന ഒരു കച്ചവടം കിട്ടി. അതെനിക്ക് പണിയായി. പൊയ്ക്കോ.
ആ ശരി, എന്നാ ഞാൻ വിളിക്കാം. ഓ എന്താടാ? അല്ല രാവിലെ എക്സർസൈസ് ചെയ്യാൻ മറന്നു, ഇപ്പൊ ചെയ്യാന്ന് കരുതി. എടാ ആ അലമാര നിന്റെ അമ്മുമ്മയ്ക്കോ കുഞ്ഞമ്മയ്ക്കോ ആർക്കാന്ന് വെച്ചാ എടുത്തോട്. ഓ. അവർക്ക് ഈ അലമാര മതി. ഈ അലമാര മതി. അയ്യോ ഇത് തരാൻ പറ്റൂല. എടാ, നീ അതും തരൂല ഇതും തരൂല. ഇതെന്തുവാ ഇത്? എടാ വെറുതെ നീ കച്ചവടം മുടക്കരുത് കേട്ടോ. ഇത് തരാൻ പറ്റൂല. ഇതേ ഞാൻ കൊടുക്കുന്നുള്ളൂ. അയ്യോടാ ഞാൻ തരൂല. എടാ നിനക്കല്ലേ അതിനോട് പ്രേമമാന്ന് പറഞ്ഞത്? അത് ഒരു പ്രത്യേക സംഗീതത്തിൽ ഞാനും ഇതും തമ്മിൽ പ്രേമമായിരുന്നു. ഇപ്പൊ ഞാനും ഇതും തമ്മിൽ ബ്രേക്കപ്പ്. നിനക്ക് തോന്നിയാസം പോലെ നടക്കാൻ പറ്റത്തില്ലടാ. ഇത് ഞാൻ എന്തായാലും കൊടുക്കും. ഞാൻ അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. ഈ അലമാര എന്റെ ബെസ്റ്റിയാ, എനിക്കിത് വേണം. പറ്റൂല. ഞാൻ കൊടുക്കും കൊടുക്കും കൊടുക്കും. ഇനി എനിക്ക് വേണം, ഞാനിങ്ങ എടുക്കുവാ. പറ്റൂല. ഈ അലമാര കൊടുത്തേട പോണോ? ആ. എനിക്ക് എന്റെ ശവത്തി ചോട്ടിട്ട് കൊണ്ടുപോകാൻ പറ്റൂ. നിന്റെ ശവത്തിൽ ചവിട്ടിട്ടാണെങ്കിൽ ഞാൻ ഈ അലമാര കൊണ്ട് കൊടുക്കും. കൊടുക്കൂ. ആ കൊടുക്കും. ദേ ചുമ്മാ കള്ളം പറയല്ലേ. കൊടുക്കൂടാ. മുതലാളി എപ്പോഴും ചോദിക്കൂലേ ജോലി സമയത്ത് ഞാൻ എവിടെയാ ലീവ് എടുത്ത് പോകുന്നത്, എവിടെയാ ലീവ് എടുത്ത് പോകുന്നത്? ആ നീ എങ്ങോട്ടാ പോന്നേ? ഞാൻ മാജിക് പഠിക്കാൻ പോയായിരുന്നു. നീ മാജിക് പിടിക്കാൻ എനിക്ക് തോന്നില്ലടാ. ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നില്ല. മുതലാളി ഇപ്പൊ ഞാൻ ഒരു മാജിക് കാണിക്കും, മുതലാളി വിശ്വസിക്കൂ? കാണിക്കടാ നീ, ഞാൻ വിശ്വസിക്കാം. ശരി. ആ ഇതൊക്കെ മാജിക്കിൽ ഉൾപ്പെടുന്നതാ. അബ്രാക്കഡബ്ര, ചിങ്കിളിക്കിളികിളി. അബ്രാക്കഡബ്ര, ചിങ്കിളിക്കിളികിളി. ഓ അബ്രാക്കഡബ്ര, ചിങ്കിളിക്കിളികിളി. നിശാന്തം നിശാന്തം. തുറക്കൂ പ്രജോ, തുറക്കൂ. തുറക്കൂ അസീസേന്നല്ലേ? അല്ല ഇപ്പൊ ആ മാമ ഇല്ല, ഇപ്പൊ ഈ മാമനെ സൂചിപ്പിക്കാം. തുറക്കട്ടെ? എങ്ങനെയുണ്ട് മാജിക്? മുതലാളിയുടെ വീട്ടിലുള്ള മോളെ ഞാൻ ഈ പലമാരിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് എങ്ങനെയുണ്ട്? ഞാനിതിപ്പോ എവിടെയാ? അശ്ശോ, കൊടുക്കൂ ഒരു കയ്യടി. എവിടെ പെർഫോമൻസ്? എന്റെ അച്ഛന്റെ കട പോലത്തെ ഏതോ ഒരു കട. എന്റെ അച്ഛനെ പോലത്തെ ഏതോ ഒരു മാമൻ. മാമനല്ല അച്ഛനാ. അച്ഛാ. ഓ നിന്റെ മാജിക്കിലൂടെ അവനെ അലമാരിന്ന് വരുത്തിയതാ. ആണോ? എടാ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലടാ. അടിപൊളി. ഞാനും. എടാ നീ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. ആ, ഇവളുടെ അമ്മയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലേ? നല്ല കാര്യം. അവളുടെ ഫോൺ സ്വിച്ച് ഓഫ്. നീ അവളെ കൂടെ ഒന്ന് വരുത്തണം. ആരാന്നാ പറഞ്ഞേ? ഇവളുടെ അമ്മ. അയ്യോ, കല്യാണം കഴിഞ്ഞവരെ ഇതിലൊന്നും വരുത്താൻ പറ്റൂല. എന്താ? അലമാരോട് ചോദിക്കണം, ഭർത്താവിനോട് ചോദിക്കണം. എടാ അവളുടെ ഭർത്താവ് ഞാനല്ലേ? എടാ ഭർത്താവായിരുന്നല്ലേ, എന്തിനാ ഇങ്ങനെ കൊല്ല ചെയ്യുന്നത്? കല്യാണം കഴിഞ്ഞവരെ വരുത്താൻ പറ്റൂല. ശരി, അന്ന് എനിക്ക് രണ്ടാമത്തെ മോളും കൂടെ ഉണ്ട്. എന്തിനാ? ഒന്ന് പോരെ? എന്താ ബുദ്ധിമുട്ടുന്നില്ലേ? ആര്? ഞാൻ. കൊടാടുന്ന്. അവളെന്തായാലും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. നീ അവളെ കൂടെ വരുത്ത്. പെട്ടു. പെട്ടെന്ന് അങ്ങനെ പറ്റൂല. പെട്ടെന്ന് വേണ്ട, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ഇങ്ങർക്കിതെന്തിന്റെ? അയ്യോ, ഈ മാജിക് ഒരു തവണ ചെയ്യാൻ പറ്റും. ആ പക്ഷെ എനിക്കൊരു മാജിക് അറിയാം. മുതലാളിക്ക് മാജിക് അറിയാമോ? വാനിഷിങ്. വാനിഷിങ്? മുതലാളി വാനിഷാവൂ? ഓ ഞാനാ? ആരെന്തിന്? നിന്നെ ഇപ്പൊ ഈ കടയിൽ നിന്ന് വാനിഷ് ആക്കിയില്ലെങ്കിൽ നീ എന്റെ മോളെ കൊണ്ട് വീട്ടിൽ നിന്ന് വാനിഷ് ആക്കും. മുതലാളി